വൈദ്യുതി ചാർജ് വർധനവ് ഇരുട്ടടിയാണെന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ചില താരതമ്യ പഠനങ്ങൾ വരുന്നത്. ഇത്ര യൂണിറ്റ് വൈദ്യുതിക്ക് തമിഴ്നാട്ടിൽ എത്ര രൂപയാണ്, ഡൽഹിയിൽ എത്ര രൂപയാണ് എന്നൊക്കെ. ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ് ഒരാൾ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുകയും ചെയ്തിരുന്നു. കാരണം അയാൾ അവിടെ പ്രതിദിനം AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ ഫാന്, ലൈറ്റ്, ടെലിവിഷൻ ഇതൊക്കെ അയാളുടെ വീട്ടിലുണ്ട്. അവിടെ അദ്ദേഹത്തിന് ചിലവ് വരുന്നത് വെറും 500 രൂപ മാത്രമാണ് വൈദ്യുതിക്ക് ചിലവ് വരുന്നത്. ഇവിടെയാണെങ്കിലോ, ഇവിടെ അതിന് ചിലവ് എത്രയാണ്? ഏകദേശം 5000 രൂപ വരും. 10 ഇരട്ടിയോ 15 ഇരട്ടിയോ ഒക്കെ ആകും ഇവിടുത്തെ ചിലവ്. 500 യൂണിറ്റ് വൈദ്യുതിക്ക് കേരളം, അതായത് KSEB ഒരു ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്നത് 8772 രൂപയാണ്. 8772 രൂപ. പിന്നെ ഇതിന് പുറകെ ഡിപ്പോസിറ്റ് ചാർജ് മറ്റൊക്കെ വരികയാണെങ്കിൽ 10000 രൂപ പോയി കിട്ടും, പോക്കറ്റ് കാലിയായി കിട്ടും. ചെറിയ വരുമാനമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് വലിയ തുകയാണ്, വലിയ ഇരുട്ടടിയാണ്. ഇനി തമിഴ്നാട്ടിലാണെങ്കിൽ ഇതേ 500 യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് എന്താണ്, അവിടെ 2360 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. അവിടെ 500 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ 100 യൂണിറ്റ് എല്ലാവർക്കും, അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഫ്രീ ആണ്, സൗജന്യമാണ് ആദ്യ 100 യൂണിറ്റ്. ആ 100 യൂണിറ്റിന് ശേഷം കൗണ്ട് ചെയ്യപ്പെടുമ്പോഴാണ് 500 യൂണിറ്റ് കഴിയുകയാണെങ്കിൽ 2360 രൂപ മാത്രം അവർ അടച്ചാൽ മതിയാകും. ഇനി ഇത് ദില്ലിയിലാണെങ്കിലോ വെറും 450 രൂപ അവിടെയുള്ളൂ. 500 യൂണിറ്റ് വൈദ്യുതിക്ക് വെറും പ്രതിമാസം 450 രൂപ, അല്ലെങ്കിൽ ബില്ല് ഈടാക്കുന്നത് 450 രൂപയാണ്. ഇനി പഞ്ചാബിലാണെങ്കിലോ 500 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ്. ആലോചിച്ച് നോക്കുക കണക്കിലെ കളികൾ. അപ്പോൾ KSEB അമിതമായ ചാർജ് ഈടാക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ ഈടാക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഈ അമിത ചാർജിന് കാരണം എന്താണ്? നിസാര തുകയ്ക്ക് നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടിരുന്ന കമ്പനികളെ ഒഴിവാക്കിയിട്ട് അദാനി പവറിൽ നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങാൻ കരാറിൽ ഒപ്പിട്ടു. അദാനി പവർ നമുക്ക് വൈദ്യുതി തരുന്നത് 10 രൂപയ്ക്കും 14 രൂപയ്ക്കുമാണ്. നമുക്ക് 25 വർഷത്തേക്ക്, അതായത് 2040 വരെയുള്ള കരാറുകളാണ് UDF സർക്കാർ ഒപ്പിട്ടിരുന്നത്. അതനുസരിച്ച് നമ്മൾക്ക് 1 യൂണിറ്റ് വൈദ്യുതിക്ക് പരമാവധി 5 രൂപ, 4 രൂപ 29 പൈസ മതിയായിരുന്നു. ഇനി ആ കരാർ റദ്ദാക്കി വീണ്ടും അതേ കമ്പനിയായിട്ട് കരാർ ഒപ്പിട്ടപ്പോഴും കേരള സർക്കാർ ചെയ്തെന്താ, 14 രൂപയ്ക്കാണ് ആ കരാറും. അങ്ങനെ അദാനിയെ പ്രീതിപ്പെടുത്താൻ പഴയ നിലവിലുണ്ടായിരുന്ന കരാറുകൾ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ആ കരാറുകൾ ഒഴിവാക്കി വൻ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തുടങ്ങി. അവിടെയാണ് കേരളം വീണുപോയത്. അവിടെയാണ് KSEB ഇങ്ങനെ നഷ്ടത്തിലായത്. പിന്നെ KSEBയുടെ ദൂർത്ത്, ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകര ശമ്പളമാണ്. അതുപോലെ പെൻഷനും, അതൊക്കെ വലിയ ശമ്പളം തന്നെയാണ് KSEB കൊടുക്കുന്നത്. അതിന് തെറ്റ് പറയുകയല്ല, അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ശമ്പളമൊക്കെ എത്ര കൂടുതൽ കിട്ടിയാൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത് KSEB ഇങ്ങനെ പൊതുജനത്തെ പിഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു നിർധനയായ യുവതി 1500 രൂപ എന്തോ കുടിശ്ശിക വന്നപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ചു. അവർക്ക് 1500 രൂപ ഒരുമിച്ചെടുക്കാനില്ല, ഒരുമിച്ച് സംഘടിപ്പിച്ച് കൊടുത്തപ്പോൾ അവർ പറയുന്നത്, ഇനി നിങ്ങൾ പുതിയ മീറ്റർ, പുതിയ കണക്ഷൻ എടുത്താലും മതി, ഇപ്പോൾ വൈദ്യുതി തരാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. വാർത്ത നിങ്ങളും കണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ സാധാരണക്കാരെ ഇരുട്ടിലാക്കുകയും സാധാരണക്കാരെ പോക്കറ്റ് കൊള്ളയടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീതി നടപ്പാക്കുന്നതിന്, നീതിപൂർവ്വം ഉപഭോക്താവിനോട് പെരുമാറാൻ കൂടി അറിയാത്ത ആളുകളായി KSEB മാറുന്നു. അറിയാത്ത ഒരു വകുപ്പായി ഇലക്ട്രിസിറ്റി ബോർഡ് മാറുന്നു എന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. ഇത് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുമെങ്കിലും ഈ ഇരുട്ടടിക്ക് കൈയും കെട്ടി നോക്കി നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം സർക്കാരാണ് റെഗുലേറ്ററി കമ്മീഷനിലുള്ള ആളുകളെ നിയോഗിച്ചിരിക്കുന്നത്, ബോർഡ് മന്ത്രിയാണ് അതിൻ്റെ ഈ വൈദ്യുതി വകുപ്പിൻ്റെ പരമാധികാരി. അപ്പോൾ ഇവരൊക്കെ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ സർക്കാർ വിചാരിക്കുന്നില്ല. ആലോചിച്ച് നോക്കുക, 500 യൂണിറ്റിന് ഏകദേശം 9000 രൂപ കൊടുത്ത് 500 യൂണിറ്റ് കേരളത്തിൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട് വെറും 2000 രൂപ, ദില്ലിയിലാണെങ്കിൽ 450 രൂപ. ആലോചിച്ച് നോക്കുക എന്തുമാത്രം അന്തരമാണ്. നമുക്കെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലോ ഡൽഹിയിലോ പോയി താമസിക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ നാടിതായി പോയില്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണസാരഥ്യം വഹിക്കുന്നവർ ഇത് കണ്ടില്ല എന്ന് നടിക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രം.